ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്. 50,000 മണിക്കൂർ അച്ചീവ് ചെയ്ത യൂട്യൂബ് നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ആദ്യമേ താങ്ക്സ് പറയട്ടെ. തുടർന്ന് സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. 2 പീസ് ബ്രെഡ് എടുത്തേക്കുന്നത്, 2 പീസ് 3 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അങ്ങനെ 6 പീസ്. ഇവിടെ നമ്മുടെ ബാറ്റർ തയ്യാറാണ്. ഈ കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എണ്ണയിലിടുന്നതിനെക്കാട്ടും കുറച്ചൊന്ന് ടൈറ്റായിട്ടാണ്. ഇത് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമായി എയർ ഫ്രയർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ടൈം സെറ്റ് ചെയ്യുന്നതും ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ നമ്മൾ ബാസ്ക്കറ്റിൽ വെച്ചിരിക്കുന്ന ഐറ്റംസ് ചെക്ക് ചെയ്യുന്നത്, ഇടയ്ക്ക് ഓഫ് ചെയ്തിട്ട് നോക്കുന്നത്, പിന്നീട് ഓൺ ആക്കുന്നത്, അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 4 പീസ് ഇപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. 8 മിനിറ്റ് സെറ്റ് ചെയ്യുക. 4 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ചെയ്തിട്ട് എടുത്ത് തിരിച്ചിടണം. ഒന്ന് ഓയിൽ പോളിഷ് ചെയ്ത് കൊടുക്കുകയും വേണം. സാധാരണ ഇവിടെ കറണ്ട് പോകുന്നതല്ല, ഇന്നിപ്പം കറണ്ട് പോയി. എന്തായാലും വന്നു. എന്നോട് പലരും ചോദിക്കാറുണ്ട് കറണ്ട് പോയാൽ എന്ത് ചെയ്യും നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാലെന്ന്. ഇപ്പോൾ ഏതായാലും കറണ്ട് പോയതും കൊണ്ട് അതും കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. വെള്ളത്തിനെ മറിച്ച് വെച്ചിട്ടുണ്ട്, തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുക. കറണ്ടൊന്ന് പോയായിരുന്നു. കറണ്ട് പോയതുകൊണ്ട് സെറ്റ് ചെയ്തിരുന്നെല്ലാം പോയി. എത്രയും 3 മിനിറ്റ് എങ്ങാണ്ടേ ആയിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ഇനി ഒന്നും കൂടെ സെറ്റ് ചെയ്യുവാണ്. നമ്മൾ ടോട്ടൽ 8 മിനിറ്റ് ആയിരുന്നു വെച്ചിരുന്നത്. 3 മിനിറ്റ് ആയപ്പോൾ കറണ്ട് പോയി. ബാലൻസ് 5 മിനിറ്റ്. എയർ ഫ്രയർ വാങ്ങിയിട്ട് കുക്ക് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ടൈം സെറ്റ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്, ഇടയ്ക്ക് ഓഫ് ചെയ്ത് ബാസ്ക്കറ്റിലെ സാധനങ്ങൾ ചെക്ക് ചെയ്യുന്നത്, പിന്നെ ഓൺ ചെയ്യുന്നത്. ആ വീഡിയോയുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ലിങ്ക് കയറി നോക്കിയാൽ മതി. എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ A to Z മനസ്സിലാവും. അടുത്ത വീഡിയോയിൽ ഒരു ചിക്കൻ ഫുള്ളായി വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്, ഒട്ടും എണ്ണയില്ലാതെ. അതുകൊണ്ട് ആ വീഡിയോ കാണാൻ ആരും മറക്കരുതേ. ഇതൊന്ന് കഴിച്ചു നോക്കുമോ? എന്നിട്ട് കമൻറ്റ് പറയാമോ? പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എന്തൊരു ടേസ്റ്റാണ്. ട്രൈ ചെയ്യണേ. ബ്രെഡിൻ്റെ പക്കാവട ഉണ്ടാക്കുമ്പോൾ എത്ര ഓയിലാണ് ബ്രെഡ് സക്ക് ചെയ്യുക. ഇത് നോക്കാൻ ഓയിലേ ഇല്ല. ഹെൽത്തി ഫാസ്റ്റ് ഫുഡല്ലേ. ഇത് ഓവർനൈറ്റ് കുതിർത്തിട്ട് വറക്കാൻ സമയം കിട്ടാഞ്ഞുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ആക്ച്വലി ഇതിപ്പോൾ 2 ദിവസം ഫ്രിഡ്ജിലിരുന്നപ്പോഴത്തേന് ഇതിനെല്ലാം കിളിപ്പ് വന്നു. നോ പ്രോബ്ലം. ഇത് വിറ്റാമിൻസ് അതുകൊണ്ട് അധികമായി ഈ കടലയ്ക്ക്. ഓക്കെ, നമുക്കിതൊന്ന് എളുപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 7 മിനിറ്റ് മതി. കണ്ടു നോക്കിയാലോ. ഇതിപ്പം പ്രീ ഹീറ്റ് ചെയ്യുകയാണ്. ഇങ്ങനത്തെ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും പ്രീ ഹീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുകൊണ്ട് 200 ഡിഗ്രിയിൽ ഒരു 3 മിനിറ്റ് മതി. ഓൺ പ്രീ ഹീറ്റ് ചെയ്ത ബാസ്ക്കറ്റിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. ഏഴ് മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓണം 200 ഡിഗ്രി സെൽഷ്യസിൽ 7 മിനിറ്റ് മാത്രമേ വെക്കത്തുള്ളൂ. ഇത് ഫ്രിഡ്ജിലിരുന്ന് ആ തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിച്ചും കൂടെ ആകാനുണ്ട്. ഇതിപ്പം നോ പ്രോബ്ലം. ഇത് ഒരു 2-3 മിനിറ്റും കൂടെ ഞാൻ വെക്കുക. ഇതിപ്പം കണ്ടറിയാം ഇതായിട്ടില്ല. ഇതായിട്ടില്ല. ഇത് ഞാനൊരു 4 മിനിറ്റും കൂടെ സെറ്റ് ചെയ്യുക അഡീഷണൽ. നോർമൽ കേസിൽ ഇതുണ്ടാക്കുമ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ 7 മിനിറ്റ് മാത്രം മതി. നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ അങ്ങനെ എടുക്കുന്ന സമയത്ത്. ഇതിപ്പോൾ 1 മിനിറ്റ് ബാലൻസ് ഉണ്ട്. ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഓ സൂപ്പർ. എയർ ഫ്രയർ കുക്കിങ്ങിൻ്റെ കമ്പനിയിൽ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എപ്പിസോഡ് 1, 2, 3, 4 എന്നും പറഞ്ഞാണ് കാണിക്കുന്നത്. ഇതിനകത്ത് 4 ആണ് ഇപ്പം ചെയ്യുന്നത്.
Thank you for watching my channel. Also thanks for your full support. Jai Hind.